നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഉപരിപഠനത്തിന് ഏത് കോഴ്സ് എടുക്കണം? ജോലിക്ക് പോകണോ അതോ ബിസിനസ് ചെയ്യണോ? പ്രണയിച്ച് വിവാഹം കഴിക്കണോ? വീട്ടുകാർ പറഞ്ഞ ആളെ കെട്ടണോ? ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യണോ അതോ ഈ പാർട്ട്ണറുടെ കൂടെ തന്നെ ജീവിച്ചു പോകണോ? പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ആ തീരുമാനം എടുക്കാൻ മറ്റുള്ളവരെ നിങ്ങൾ ഏൽപ്പിക്കും. ഞാൻ എന്താ ചെയ്യേണ്ടേ? ചെയ്യരുത്. നിങ്ങൾ സ്വയം തീരുമാനം എടുക്കണം. അങ്ങനെ സ്വയം തീരുമാനമെടുക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ പാലിക്കേണ്ട, നിങ്ങൾ ചെയ്യേണ്ട ഒരു 10 പ്രാക്ടിക്കൽ സ്റ്റെപ്പുകളുണ്ട്. അതിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള, വ്യക്തമായിട്ടുള്ള, ഷാർപ്പായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് ആ 10 കാര്യങ്ങൾ? ഒന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലാരിഫൈ ദ പ്രോബ്ലം. അതായത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാകണം. എന്താണ് നടക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞെങ്കിലല്ലേ അതിന് കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ എന്താണ് നിങ്ങളുടെ ആ ഒരു പ്രശ്നം എന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണം. പല കമ്പനിയിലും മുതലാളിമാർ പറഞ്ഞേക്കാം സ്റ്റാഫുകളുടെ ഇടയിലുള്ള ചില പ്രശ്നങ്ങളാണ്, സ്റ്റാഫ് പൊളിറ്റിക്സാണ്. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കും അറിയത്തില്ല. ഈ ഒരു അവസ്ഥയാവരുത്. ക്ലാരിറ്റി ഉണ്ടായിരിക്കണം നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത്. അങ്ങനെ ക്ലാരിറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തെ ചെറിയ 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 പാർട്ടുകളായിട്ട് തിരിക്കുക. ഒരു പ്രശ്നത്തെ മൊത്തമായിട്ട് എടുത്തു വെച്ചിട്ട് നിങ്ങൾ അതിന് ചികിത്സിക്കാൻ നിൽക്കരുത്. അതിന് നിങ്ങൾ പരിഹാരം കാണാനായിട്ട് ശ്രമിക്കരുത്. അതിനെ ചെറിയ 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 കമ്പാർട്ട്മെൻറ്റൊക്കെ ചെറിയ ചെറിയ പാർട്ടുകളായി കഴിയുമ്പോൾ ഓരോന്നിനെയും നമുക്ക് സ്പെഷ്യലി ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിലാണ് പ്രശ്നം, ഇവിടെയാണ് പ്രശ്നം, ഇവിടെയാണ് പ്രശ്നം. നമുക്കത് സോൾവ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഒരു ബാഡ് ഐ വ്യൂ ആണ് നമുക്ക് കിട്ടുക. ആകെ മൊത്തത്തിലുള്ളൊരു ഇതേ കിട്ടുള്ളൂ. ഇറങ്ങി ചെല്ലുമ്പോഴാണ്, അടുത്തറിയുമ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാവുക. ഇതൊക്കെയാണല്ലേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. സോ ക്ലാരിഫൈ ചെയ്യണം. അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ചെറിയ 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 പാർട്ടുകളായിട്ട് തിരിക്കണം. അപ്പോൾ അതിൻ്റെ മൂല കാരണം എന്താണെന്ന് മനസ്സിലാകും. അതിനാണ് നമുക്ക് ചികിത്സ വേണ്ടത്, അതിനാണ് നമുക്ക് പരിഹാരം വേണ്ടത്. രണ്ടാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗെദർ റെലവൻറ്റ് ഇൻഫർമേഷനാണ്. ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ അതിന് ഒരുപാട് ഘടകങ്ങൾ ആവശ്യമാണ്. അതിലുപരി അതിനകത്ത് വേണ്ടുന്ന ഒന്നാണ് ഫാക്ട്സ്, അതായത് ഡാറ്റ വേണം. ചുമ്മാ നമ്മളൊരു തീരുമാനം എടുക്കുകയല്ല. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ വരും വരായികകൾ എന്തായിരിക്കും, അത് അങ്ങനെ ചെയ്താൽ അത് ഇങ്ങനെ ആവില്ലേ, പ്രശ്നമാവില്ലേ, അങ്ങനെ പല രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഈ ചിന്തിക്കാനുള്ള റീസൺ എന്താണ്? ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്, അതിൻ്റെ കാരണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ആ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ അങ്ങനെ പ്രശ്നം ഉണ്ടാവും. സോ ഡാറ്റ മാക്സിമം കളക്ട് ചെയ്യണം. അപ്പോൾ ഡാറ്റ എങ്ങനെ നമ്മൾ കളക്ട് ചെയ്യും? ഇതിന് മുമ്പ്, അതായത് നമുക്ക് മുമ്പ് ഈ ഒരു പ്രശ്നം അഭിമുഖീകരിച്ചിട്ടുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കുറച്ച് ഡാറ്റ കിട്ടും. നെറ്റിലും മറ്റും സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസർച്ചായിട്ടുള്ള പല ഘടകങ്ങളും അവിടുന്ന് കിട്ടും. വേറെ ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്നുള്ള ആൾട്ടർനേറ്റീവായിട്ടുള്ള മേഖല ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇതല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? സോ ഒരുപാട് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അറിയാവുന്ന ആൾക്കാരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഇതിനെന്താണ് സൊല്യൂഷൻ. മെൻറ്റേഴ്സ്, കോച്ചിങ്, ട്രെയിനിങ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പേര് വേറെയുണ്ട്. സോ എവിടുന്നൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നോ, എവിടുന്നൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം കിട്ടുന്നോ, അതൊക്കെ പാടെ എടുത്ത് സമാഹരിക്കണം. ആ ഡാറ്റ ഒക്കെ പാടെ നിങ്ങൾ എടുത്ത് വെച്ചതിന് ശേഷം വേണം അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ തീരുമാനം എടുക്കാൻ. അല്ലാതെ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന സ്വഭാവം ശരിയല്ല. നിങ്ങളുടെ തീരുമാനം തെറ്റായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എടുക്കുന്ന തീരുമാനം കൃത്യമായിരിക്കണം, ഷാർപ്പായിരിക്കണം. അതിന് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ കളക്റ്റീവായിട്ടുള്ള ഡാറ്റ അതുണ്ടായിരിക്കണം. മൂന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റ് ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ എന്ത് നേടിയെടുക്കണം എന്നുള്ളതാണ്. നിങ്ങൾ എന്തിനാണ് ആ ഒരു തീരുമാനം എടുക്കുന്നത്? ആ തീരുമാനം എടുത്തത് കൊണ്ട് നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടാകണമല്ലോ. ആ റിസൾട്ട് ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ കൺസേൺ. നിങ്ങൾ ചുമ്മാ ഒരു തീരുമാനം എടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഡൈവോഴ്സ് ചെയ്യണം എന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉറപ്പിച്ചതിൻ്റെ തീരുമാനം എന്താണ്? അതിൻ്റെ റിസൾട്ട് ഹാപ്പി ആയിട്ടുള്ള, സന്തോഷമായിട്ടുള്ള, സമാധാനമായിട്ടുള്ള ഒരു പൊതുജീവിതം. ആ ഒരു ജീവിതം നിങ്ങൾക്ക് ഗ്യാരണ്ടി ആണോ? നിങ്ങൾക്ക് ഫണ്ട് ചെയ്യാൻ ആളില്ലെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ജോലി ഇല്ലെങ്കിൽ, നിങ്ങളുടെ കുട്ടികളുടെ പഠനവും കാര്യങ്ങളൊക്കെ നോക്കി നടത്തതിൽ, നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട് വാടകയ്ക്കാണെങ്കിൽ അതിൻ്റെ റെൻറ്റ്, അങ്ങനെ പല ഘടകങ്ങൾ, ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ അല്ലാതെ തന്നെ മെൻ്റൽ സ്റ്റെബിലിറ്റി, ഇമോഷൻ സപ്പോർട്ട്, അങ്ങനെ പല 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 ഘടകങ്ങൾ. എക്സാമ്പിൾ പറയാണ് കേട്ടോ, അതൊന്നും അല്ല കാര്യങ്ങൾ. അങ്ങനെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ആ റിസൾട്ട് ക്ലിയർ ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കണം, നല്ലതായിരിക്കണം, മികച്ചതായിരിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റണം, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. അത് ക്ലിയർ ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം.
ചുമ്മാ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ്സ്, ഒരു ഗോൾ ഉണ്ടായി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഓവറോൾ അതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കണം. ചുമ്മാ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടി നിങ്ങളത് നേടിയെടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി കൂടി നിങ്ങൾക്ക് വേണം. ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് എല്ലാം ക്ലിയർ ആണ്, പെർഫെക്റ്റ് ആണ്, സെറ്റ് ആണെങ്കിൽ നിങ്ങളെടുക്കുന്ന തീരുമാനവും കറക്റ്റ് ആയിരിക്കും. ഈ ഒബ്ജക്റ്റീവ്സ് എല്ലാം വേഗമായിട്ടാണ് ക്ലിയർ ഇല്ലെങ്കിൽ നിങ്ങളെടുക്കുന്ന തീരുമാനവും തെറ്റിപ്പോവും. 4ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസിഡർ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ്. അതായത് ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം, ഒരു സൊല്യൂഷൻ അങ്ങനെ ആയിരിക്കണം എന്നില്ല. അതായത് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കാം, ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം. ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ ഒരു രീതി മാത്രമായിരിക്കില്ല. ഇപ്പോൾ ഒരാളെടുത്ത് പറയുമ്പോൾ ആ ആൾ ഡീൽ ചെയ്യുന്ന രീതി ആയിരിക്കില്ല മറ്റൊരാൾ ഡീൽ ചെയ്യുമ്പോൾ. മറ്റൊരാൾ വേറെ രീതിയിലായിരിക്കും. മൂന്നാമതൊരാളെടുത്ത് കൊടുക്കുമ്പോൾ അത് വേറൊരു പെർസ്പെക്റ്റീവ് ആയിരിക്കും അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നുണ്ടാവുക. സോ സെയിം പ്രോബ്ലത്തിന് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അത്രയും സാധ്യതകൾ നിങ്ങൾ ഉപയോഗിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ടി വരും, തല പുകഞ്ഞിരുന്ന് ചിന്തിക്കേണ്ടി വരും അതിനുള്ള സൊല്യൂഷന് വേണ്ടി. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമുക്ക് വേണ്ടതാണ്. എന്നതിന് ശേഷം വേണം അതിൽ നിന്ന് അകത്തുനിന്ന് ഒന്ന് സെലക്ട് ചെയ്യാൻ. അതിനുശേഷം അത് സക്സസ് ആയില്ലെങ്കിൽ ഒരു പ്ലാൻ ബി കൂടി നമുക്ക് ഉണ്ടായിരിക്കണം. എടുക്കുന്ന തീരുമാനം അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ശരി, അതെന്താണ് നടക്കാൻ പോകുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അവബോധം ഉണ്ടായിരിക്കണം, നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. അയ്യോ ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയല്ലോ, അതിൻ്റെ കോൺസിക്വൻസസ് ഇങ്ങനെയാണല്ലോ എന്ന് ചിന്തിക്കേണ്ടി വരരുത്. കാരണം അത് ഓൾറെഡി നിങ്ങൾ ചിന്തിച്ച് വെച്ചിരിക്കണം. ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അതിന് ഇത്രയും പോസിറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്, ഇത്ര നെഗറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ നല്ല അവെയറാണ് എന്നൊരു ബോധ്യം നിങ്ങൾക്ക് വേണം. ഇങ്ങനൊരു ബോധ്യം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഈ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് എടുത്തിട്ട് പരിശോധിക്കണം. ഇതിൽ മികച്ച സൊല്യൂഷൻ ഏതാണ്, ഇതിലേറ്റവും കോൺസ് കുറവുള്ളത് ഏതാണ്, പ്രോസ് കൂടുതലുള്ളത് ഏതാണ്, അത് നിങ്ങൾ സെലക്ട് ചെയ്യണം. സോ മൾട്ടിപ്പിൾ ചോയ്സസ് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. സൊല്യൂഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓപ്ഷൻസിൻ്റെ ഇടയിൽ നിന്ന് ചൂസ് ചെയ്യുന്ന ഒന്നായിരിക്കണം. 5ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് കോൺസിക്വൻസസ്. നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം ഉണ്ടാക്കാൻ പോകുന്ന നെഗറ്റീവായിട്ടുള്ള കോൺസിക്വൻസസിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട്, വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഷോർട്ട് ടൈമായിട്ടും അതേപോലെ തന്നെ ലോങ് ടൈം ആയിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടായിരിക്കും നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കാത്ത ഒരു കരിയർ നിങ്ങൾ തിരഞ്ഞെടുത്തു. അതായത് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി നിങ്ങളൊരു കരിയർ തിരഞ്ഞെടുത്തു. ആ കരിയർ തിരഞ്ഞെടുത്തതിൻ്റെ ഷോർട്ട് ടൈമായിട്ടുള്ള ഒരു കോൺസിക്വൻസസ് എന്തായിരിക്കും? നിങ്ങൾക്ക് ജോലി ഉദ്ദേശിച്ച സ്ഥലത്ത് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച അളവിൽ പഠിച്ച് ജയിക്കണം എന്നില്ല, അങ്ങനെ പലതും. ഇപ്പോൾ കുറച്ചും കൂടി മുതിർന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ആഗ്രഹിക്കാത്ത ഒരാളെ വിവാഹം കഴിക്കേണ്ടി വന്നു വീട്ടുകാരുടെ നിർബന്ധപ്രകാരം. ഇന്നത്തെ കാലത്ത് നടക്കുന്നതല്ല, പക്ഷേ ഇൻ കേസ് അങ്ങനെ ഒരു സിനാരിയോ ആണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഷോർട്ട് ടൈമായിട്ടുള്ള കോൺസിക്വൻസസ്? അതായത് പലപ്പോഴും വീട്ടിനകത്ത് തൃപ്തിയില്ലായ്മ, സ്റ്റാർട്ടിങ്ങിലേ നമുക്കൊരു അതൃപ്തിയോട് കൂടിയുള്ള ദാമ്പത്യ ജീവിതമായിരിക്കും അവിടെ തുടങ്ങുന്നത്. അതിന് മുമ്പേ ഫോൺ വിളിക്കുമ്പോഴേ തുടങ്ങും ഏകദേശം ഒരു അരസൽ. ഇതിൻ്റെ ലോങ് ടൈം കോൺസിക്വൻസസ് എന്താണ്? പലപ്പോഴും ഒരു ഒട്ടും തൃപ്തികരമല്ലാത്തൊരു ദാമ്പത്യ ജീവിതവും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ വേണമെങ്കിലും തകരം എന്നുള്ള രീതിയിൽ ഇവർ തമ്മിലുണ്ടാകുന്ന വഴക്കുകൾ, ഒട്ടും കോംപ്രമൈസ് ഇല്ലാത്ത ജീവിതം. സോ ഷോർട്ട് ടൈം ആണെങ്കിലും ശരി, ലോങ് ടൈമിലാണെങ്കിലും ശരി, എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ടാകും നിങ്ങളെടുക്കുന്ന തീരുമാനം എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം. അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് കാൽക്കുലേറ്റഡ് റിസ്ക് മാത്രമേ എടുക്കാൻ പാടൂ എന്ന് നമ്മൾ പറയും. നമുക്ക് ഐഡിയ ഇല്ലാത്ത ഒരു ഇതിലേക്ക് എടുത്തു ചാടരുത്. അതായത് ആഴം അറിയാത്ത ഒരു കുളത്തിലേക്ക് നമ്മൾ എടുത്തു ചാടരുത്, ആറിലേക്ക് നമ്മൾ എടുത്തു ചാടരുത്, എത്ര നീന്താൻ അറിയാവുന്ന ഒരാളാണെങ്കിലും. സോ അതിൻ്റെ കോൺസിക്വൻസസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. എത്രത്തോളം ഡാമേജ് ഉണ്ടാക്കുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നതിന് ശേഷം മാത്രമേ ആ ഒരു തീരുമാനം എടുക്കാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പാടുള്ളൂ. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ ഈ നെഗറ്റീവായിട്ടുള്ള കോൺസിക്വൻസസ് അല്ലെങ്കിൽ റിസ്ക് ഫാക്ടർ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. 6ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻവോൾവ് റൈറ്റ് പീപ്പിൾ. അതായത് ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിനകത്ത് എല്ലാ അണ്ടനെയും മടങ്കോടനെയും നമ്മൾ കൊണ്ടുപോയി ചേർക്കാൻ നിൽക്കരുത്. അതായത് ഇതിനകത്ത് പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന പോലെ നമ്മുടെ ഈ പ്രശ്നവുമായിട്ട് ഒട്ടും കണക്റ്റഡ് ആവാത്ത, ഒട്ടും മെൻ്റലി ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഒട്ടും ആ തരത്തിൽ ചിന്തിക്കാനുള്ളൊരു പ്രാപ്തി ഇല്ലാത്ത ഒരാളെ ഒരിക്കലും ഈ തീരുമാനം എടുക്കുന്നതിൻ്റെ നടുക്ക് കൊണ്ടുപോയി ഇരുത്തരുത്. ഒരു ബന്ധമില്ലാത്ത അഭിപ്രായങ്ങളായിരിക്കും വരിക. അതല്ല നമുക്ക് വേണ്ടത്. ഈ മേഖലയെക്കുറിച്ച് അറിയാവുന്ന, നിങ്ങൾ തീരുമാനമെടുക്കുന്ന ഫീൽഡിനെക്കുറിച്ച് അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളായിരിക്കണം.
ഇപ്പോൾ കരിയറാണെങ്കിൽ കരിയറിനെ കുറിച്ച്, ജീവിതമാണെങ്കിൽ ജീവിതത്തെക്കുറിച്ച്, പഠനമാണെങ്കിൽ പഠനത്തെക്കുറിച്ച്, ജീവിതത്തിൽ ഏതെങ്കിലും സിനാരിയോ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ സിറ്റുവേഷൻ അഭിമുഖീകരിച്ചിട്ടുള്ള മുന്നേ ഉള്ള ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നവർ തന്നെ ഇതേ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. സോ അത്തരം ആൾക്കാരിൽ നിന്ന് വേണം നിങ്ങൾ ഈ പറയുന്ന അഭിപ്രായം സ്വീകരിക്കാൻ. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് കൂടുതലുണ്ടായിരിക്കും. അവരെല്ലാം അറിയാവുന്നവർ എന്നല്ല അതിൻ്റെ അർത്ഥം, പക്ഷേ എക്സ്പീരിയൻസ് കൂടുതലുണ്ടായിരിക്കും. സോ ഇതിന് റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുക. മെൻറ്റേഴ്സ് നമ്മൾ പറയാറില്ലേ, കോച്ചിങ്, ബിസിനസ് കോച്ചിങ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, പേഴ്സണാലിറ്റി ഡെവലപ്പേഴ്സ് എന്ന് പറയാറില്ലേ, അതേപോലെ തന്നെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് നമ്മൾ പറയാറില്ലേ, സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നു, ഡോക്ടേഴ്സ് എന്ന് പറയുന്നു. സോ അവരവരുടെ പ്രൊഫഷണലിൽ അവർ പുലിയായിരിക്കും. സോ അത്തരം പുലികളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പോലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, സോ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടുപിടിക്കണം. അതായത് ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ 9 to 5 ഏതെങ്കിലും ഒരു കമ്പനിയിൽ അടിമയെ പോലെ പണിയെടുക്കുന്ന ഒരുത്തിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? ബിസിനസ്സിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നായിരിക്കണം. ഇപ്പോൾ സ്റ്റാഫുകളെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ എവിടെ നല്ല ജോലി സാധ്യത, എവിടെ നല്ല എംപ്ലോയീസ്, ആ രീതിയിലുള്ള ലെവലാണെങ്കിൽ ഈ പറയുന്ന 9 to 5 ജോലി ചെയ്യുന്ന ചത്തുപണിയെടുക്കുന്ന ആ സ്റ്റാഫിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ചോദിക്കാം. അവൻ ആ മേഖലയിൽ നോളജ് ഉണ്ടായിരിക്കും. സോ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് വേണം റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ അല്ലെങ്കിൽ അഭിപ്രായം നമ്മൾ ചോദിച്ചറിയാം. ഡിസിഷൻ നമ്മൾ തന്നെ എടുക്കണം കേട്ടോ, അത് വേറെ കാര്യം. അഭിപ്രായങ്ങൾ ചോദിക്കുക എന്നുള്ളത് മാത്രമാണ്, അല്ലെങ്കിൽ അവരെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുക എന്നത് മാത്രമാണ് നമുക്ക് പറയാനുള്ളൂ. തീരുമാനം ആത്യന്തികമായിട്ട് അത് നിങ്ങളുടെ തന്നെ ആയിരിക്കണം. ആ തീരുമാനം എന്താണെന്നുള്ളത് മറ്റൊരാളടുത്ത് ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത്. നിങ്ങളുടെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇനി എന്ത് ചെയ്യണം ചോദിക്കരുത്. നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ പറഞ്ഞു കൊടുത്ത അറിവ് മാത്രമേ ആ വ്യക്തിക്കുള്ളൂ. ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതം കൃത്യമായിട്ട് അറിയില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അറിയുക. സോ നിങ്ങൾക്കാണ് അതിനകത്ത് ഏറ്റവും കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുക. മറ്റൊരാളെടുക്കുന്നത് എങ്ങനെ നോക്കിയാലും തെറ്റിപ്പോവും. കാരണം അവർക്ക് അറിയത്തില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങളെക്കാൾ കൂടുതൽ ലോകത്ത് ആർക്കും അറിയത്തില്ല. നിങ്ങളുടെ പാരൻസിന് അറിയില്ല, നിങ്ങളുടെ മക്കൾക്ക് അറിയില്ല, നിങ്ങളുടെ പാർട്ട്ണർക്ക് പോലും അറിയത്തില്ല. 7ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ഫ്രെയിം വർക്കാണ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനകത്ത് ഒരിക്കലും ഒരു പക്ഷപാതം വരാൻ പാടില്ല. അതായത് ആരുടെയും ഒരു ഭാഗത്തേക്ക് കൂടുതൽ ചാഞ്ഞിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ്റെ റിസൾട്ട് അങ്ങനെ ആണെങ്കിൽ പോലും എടുക്കുന്ന ഡിസിഷനെ ഒരിക്കലും ബയാസ്, പക്ഷപാതം സ്വാധീനിക്കാൻ പാടില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് സ്ട്രക്ചേർഡ് ആയിരിക്കണം. ചുമ്മാ ഒരു തീരുമാനം എടുക്കലായിരിക്കരുത്. കൃത്യമായിട്ട് ഡാറ്റ അനലൈസ് ചെയ്ത് ഇത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ. കോടതി കണ്ടിട്ടില്ലേ, പലപ്പോഴും അതിനെ കൃത്യമായിട്ട് സ്ട്രക്ചേർഡായിട്ട് അനലൈസ് ചെയ്ത് ഇത് ശരി ഇത് തെറ്റ് അങ്ങനെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്തുകൊണ്ടാണ്. അല്ലാതെ ഒരു ബയാസ് വെച്ചിട്ടല്ല കോടതിയിൽ, നമുക്കറിയാവുന്ന രീതിയിൽ കോടതിയിൽ അങ്ങനെയല്ല തീരുമാനം എടുക്കുന്നത്, അല്ലേ? സോ അങ്ങനെ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരിക്കലും അവിടെ ഒരു എൻ്റെ കുഞ്ഞമ്മാൻ്റെ മോനല്ലേ, അല്ലെങ്കിൽ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളല്ലേ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനല്ലേ അവന് വേണ്ടി ഞാനങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ. ബയാസ് വരാനേ പാടില്ല. അവിടെ ഒരു പക്ഷപാതപരമായിട്ടുള്ള തീരുമാനമേ ഉണ്ടാകാൻ പാടില്ല. ഡിസിഷനായിരിക്കണം. അത് സയൻറ്റിഫിക് ആയിരിക്കണം. അശാസ്ത്രീയമായിട്ട് നിങ്ങൾ എടുക്കാൻ നിൽക്കരുത്. അത് പണിപാളും. ആ തീരുമാനത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 8 നിലയിൽ പൊട്ടുന്ന അവസ്ഥയായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ കരയേണ്ടി വരും. ഇപ്പോൾ വീട്ടുകാർ നിർബന്ധിച്ചു, നിങ്ങൾ കേട്ടില്ല എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ പോയിട്ട് ഒരു ദരിദ്രനെ, വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു ദരിദ്രനെ പോയി കല്യാണം കഴിച്ചു. ഒരു പക്ഷേ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കും, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ബയാസായിരുന്നു. നിങ്ങൾക്ക് ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ ഒരു ആളെ ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളൊരു കാൽക്കുലേഷനിൽ നിങ്ങൾ പോയിട്ട് കെട്ടി. അപ്പോൾ അവിടെ ബയാസായിരുന്നു. നിങ്ങൾക്ക് ആളെ നഷ്ടപ്പെടാൻ പാടില്ല. അല്ലെങ്കിൽ ആ ആൾ നിങ്ങളെ കൈയും കാലും പിടിച്ച് കരഞ്ഞ് കാല് പിടിച്ച് പറയുവാണ് എന്നെ വിട്ട് പോകല്ലേ, ആ മനുഷ്യന് എന്തെങ്കിലും സംഭവിക്കും, എന്തെങ്കിലും സൂയിസൈഡ് ചെയ്യുന്നു ഭയന്ന് നിങ്ങൾ കെട്ടി. അവിടെയും ബയാസ്. സോ കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിൽ ബയാസ് വരാൻ പാടില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യമായിരിക്കണം ആ തീരുമാനം. അതിനകത്ത് വേറൊന്നിൻ്റെയും സ്വാധീനം ഉണ്ടാകാൻ പാടില്ല. അവിടെ ഡാറ്റ, ഫാക്ട്സ്, വസ്തുതകൾ മാത്രമേ ഉണ്ടാകാൻ പാടൂ. ഗുണകരമാണോ അല്ലയോ, ഗുണകരമല്ലെങ്കിൽ സ്റ്റോപ്പ് ഇറ്റ്. അതെന്തായാലും ഗുണകരമാണെങ്കിൽ ആ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. 8ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയും. അതായത് പലപ്പോഴും നമ്മൾ എല്ലാ ഡാറ്റയും എല്ലാ കാര്യങ്ങളും വെച്ച് എല്ലാം നമ്മൾ ചെയ്യുമ്പോഴും അവിടെ ഒരു ഫാക്ടറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ എക്സ്പീരിയൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാടുണ്ടായിരിക്കും. സോ ഇത്തരം തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അനന്തരഫലം മോശമായിരിക്കാം എന്നുള്ളൊരു ഊഹം നിങ്ങൾക്കുണ്ടായിരിക്കും. അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംശയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ
ആ ഒരു സംശയത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ആണ്, അത് മിക്കവാറും പണി പാളാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കണ്ട. ആ ഒരു തോന്നലിനെ നിങ്ങൾക്ക് നമ്പാം, വിശ്വസിക്കാം. അങ്ങനെ നമ്പിയ ആൾക്കാരാണ് പലപ്പോഴും ബിസിനസ്സിലൊക്കെ ടോപ്പ് ലെവലിൽ വന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇലോൺ മസ്ക് എത്രയോ 2-3 തവണ എന്താ പറയുക ബാങ്കിൽ കടപ്പെട്ടു പോയ അവസ്ഥയിൽ ആയ ആളാണ് മൂപ്പരൊക്കെ. അവിടെ നിന്നാണ്, കാരണം ഭാര്യയൊക്കെ എന്തൊക്കെയോ കേസൊക്കെ കൊടുത്ത് കുത്തുപാള എടുപ്പിച്ച അവസ്ഥയൊക്കെ ഉണ്ട്. അതായത് മൂപ്പരുടെ സമ്പാദ്യത്തിൻ്റെ പകുതി ചോദിക്കുകയോ കോമ്പൻസേഷനായിട്ടോ എന്തൊക്കെയോ നൂലാമാലകൾ കടന്ന് പൊട്ടി പാളീസായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നമ്മുടെ ഇലോൺ മസ്ക് ഉയർന്ന് പൊങ്ങി കോടീശ്വരന്മാരുടെ പട്ടികയിൽ വിരലിലെണ്ണാവുന്ന ആദ്യ സ്ഥാനങ്ങളിൽ എത്താൻ കാരണം. ഫസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കുറച്ച് കാലം. ഇപ്പോൾ 2-3 ആയാലും ആ ലെവലിലൊക്കെ എത്തിയിരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവരവരുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു തോന്നൽ, ആ ഒരു ഊഹം, അതിൻ്റെ പിന്നിൽ ശക്തമായിട്ട് മുന്നേറിക്കൊണ്ടതാണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോയതുകൊണ്ടാണ്. സോ അത്തരം തോന്നലുകൾ ഉണ്ടെങ്കിൽ, ആ തോന്നലുകളിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, തെളിവുകളൊന്നുമില്ല, അത് ബയാസ്ഡ് തന്നെയാണ്, പക്ഷേ നിങ്ങൾക്കൊരു വല്ലാത്ത തോന്നലുണ്ട് ഇതിങ്ങനെ തന്നെ ആയിരിക്കും, ആകാൻ ചാൻസ് അത്രയുണ്ട്, അത് നമ്മളങ്ങോട്ട് വിശ്വസിക്കുക, വേറെ വഴിയൊന്നുമില്ല. നമ്മളെ തന്നെ ഒന്ന് വിശ്വസിക്കണ്ടേ? അങ്ങനെ കരുതിക്കൊണ്ടും ഇറങ്ങാം, അതിൽ തെറ്റില്ല എന്നാണ് പറയണത്. ബയാസ്ഡ് ആകരുത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ അത്രയും ഉൾക്കാഴ്ചയോടുകൂടി നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു തോന്നൽ, അതിനെ നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. ചിലപ്പോൾ അത് കറക്റ്റ് ആവാനുള്ള ചാൻസ് അധികമുണ്ട്. സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല, പക്ഷേ ചാൻസ് കൂടുതലുണ്ട്. അതിനെയും നമുക്ക് നമ്പാം തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ. 9ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടേക്ക് ആക്ഷൻ. പലപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കും. നമ്മൾ കേട്ടിട്ടില്ലേ, പലപ്പോഴും ബിസിനസ് ഐഡിയാസും ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ് അല്ല പല ആൾക്കാരും ഉയരങ്ങളിലേക്ക് എത്താത്തത്. കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കാത്തത് കൊണ്ടാണ്. അതായത് ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസ, അതല്ലേ അതിൻ്റെ ഒരു ഇത്. കൃത്യമായിട്ടുള്ള ഓരോ സമയങ്ങളുണ്ട് ഓരോരോ തീരുമാനങ്ങൾ എടുക്കുന്നതിന്. സോ ഇപ്പോൾ എടുക്കേണ്ട തീരുമാനം ഇപ്പോൾ എടുക്കണം, അത് നാളെ എടുത്തിട്ട് കാര്യമില്ല. റൈറ്റ് ടൈമിലായിരിക്കണം ഡിസിഷൻ എടുക്കേണ്ടത്. ഡിസിഷൻ എടുത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലും ഇതേപോലെ തന്നെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അത് കൃത്യമായിട്ട് നിങ്ങൾ നടപ്പിലാക്കണം. തീരുമാനമെടുത്ത് ഓക്കെ തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അതായിരിക്കരുത്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, നടപ്പിലാക്കണം, അത് മോണിറ്റർ ചെയ്യണം. പരിപാടി നടക്കുന്നുണ്ടോ കൃത്യമായിട്ട്. ചുമ്മാ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാം ആയില്ല, സക്സസ് ആവില്ല. അതിന് കൃത്യമായിട്ട് അത് നടക്കുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്നും ഇവാലുവേറ്റ് ചെയ്യണം. അത് അനലൈസ് ചെയ്യണം. നിങ്ങളുടെ റൂട്ട് കറക്റ്റാണോ, നിങ്ങൾ തീരുമാനമെടുത്ത് പോകുന്ന വഴി കറക്റ്റാണോ എന്നുള്ളത് നിങ്ങൾ അടിക്കടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു, ഇന്നതിന് ചേരാമെന്നൊരു തീരുമാനം എടുത്തു, ഞാനിനി വിജയിച്ചേ അടങ്ങുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം മോണിറ്റർ ചെയ്യണം. അവിടുന്ന് അങ്ങോട്ടാണ് പിന്നെ കളി തുടങ്ങുന്നത്. തീരുമാനം എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞിട്ട് അനേകായിരം സ്റ്റെപ്പുകൾ കടക്കണം നിങ്ങൾ പറയുന്ന ഡെസ്റ്റിനേഷനിലെത്താൻ, വിജയത്തിലേക്ക് എത്താൻ, നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് വരാൻ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗുണം എന്താണ്? ഈ മോണിറ്റർ ചെയ്ത് അനലൈസ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഗുണം എന്താണ്? നിങ്ങളുടെ തീരുമാനത്തിൽ എന്തെങ്കിലും ചെറിയ വ്യതിയാനങ്ങൾ നിങ്ങൾക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ വരുത്താൻ പറ്റും. കണ്ണടച്ചും കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായിരിക്കും? അബദ്ധങ്ങളിൽ പിന്നെയും നിങ്ങൾ പോയിട്ട് ചാടും. 10ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലേൺ ഫ്രം യുവർ ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതിന് മുമ്പ് എടുത്ത തീരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, അതായത് 2ാം മാരേജ് ആയിരിക്കും, സെക്കൻഡ് മാരേജ്. ഫസ്റ്റ് മാരേജിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരുവിധം നമുക്കറിയാം. അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ഡൈവോഴ്സ് എത്തിയിട്ടുണ്ടാവുക. ഡൈവോഴ്സിൻ്റെ അവിടുത്തെ ഒരു സിറ്റിംഗ് ഉണ്ട്, അതായത് കൗൺസിലിംഗ് സെക്ഷനൊക്കെ ഉണ്ട്. ഇതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കും. ഈ ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ നിന്ന് തന്നെ നമ്മുടെ പാർട്ട്ണർ പറഞ്ഞ പല കുഴപ്പങ്ങൾ, പല പോരായ്മകൾ നമുക്കുണ്ടെന്നുള്ള തിരിച്ചറിവും നമുക്കുണ്ടായിട്ടുണ്ടാവും. അതൊക്കെ അങ്ങനെ ഇരിക്കെ നമ്മുടെ മനസ്സിലുണ്ട്. എങ്കിൽ പോലും ഒരു സെക്കൻഡ് മാരേജ് വരുന്ന സമയത്ത് ഇതേ പ്രശ്നങ്ങൾ, ഇതേ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് പഴയ പാസ്റ്റ് ലൈഫിൽ നമ്മൾ എന്തെല്ലാം ചെയ്തു അതേ സാധനം നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അതായത് നമ്മളൊരു ചേഞ്ചും വരുത്തത്തില്ല, നമ്മുടെ രീതിയിൽ നമ്മളൊരു മാറ്റം വരുത്തത്തില്ല. എന്നിട്ട് വ്യത്യസ്തമായിട്ടുള്ള നല്ല മികച്ച റിസൾട്ട് വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. നടക്കുമോ? ഇല്ല. പാസ്റ്റ് ലൈഫിൽ ചെയ്ത അതേ മിസ്റ്റേക്ക് തന്നെ നിങ്ങൾ ഇപ്പോഴും ആവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ബെറ്റർ ലൈഫ് ആയിരിക്കില്ല നിങ്ങളുടെ സെക്കൻഡ് ലൈഫ്. ഇൻ കേസ് അത് തേർഡ് ലൈഫ് ആയാലും അത് തന്നെ ആയിരിക്കും അവസ്ഥ. സോ പാസ്റ്റ് ലൈഫിൽ നിങ്ങളെടുത്ത ചില തീരുമാനങ്ങൾ, നിങ്ങൾ ചെയ്ത പല മിസ്റ്റേക്ക്, അതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ക്ലിയർ ആക്കും, അല്ലെങ്കിൽ എന്താ പറയുക, കൃത്യമായിട്ടുള്ളതാക്കി മാറ്റും. അങ്ങനെ മാറ്റണമെങ്കിൽ പഴയ ഡിസിഷൻ മേക്കിങ്ങിൽ നിന്നുള്ള വീഴ്ചകൾ, എക്സ്പീരിയൻസ് നിങ്ങൾ ഇവിടെ ഉപയോഗിക്കേണ്ടതാണ്. അത് കണ്ണടച്ച് വിടാൻ പാടില്ല. അതങ്ങോട്ട് മറന്നേക്കാം, പാടില്ല.
ആ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്കൊരിക്കലും ഇനി ഉണ്ടാകാൻ പാടില്ല. സോ പുതിയ കാര്യങ്ങളിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കുമ്പോൾ അത് കൃത്യമായിരിക്കണം, ഷാർപ്പായിരിക്കണം, അക്യുറേറ്റ് ആയിരിക്കണം. നാളെ നിങ്ങൾ ഖേദിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകരുത്. നാളെ നിങ്ങൾ സങ്കടപ്പെടാൻ, റിഗ്രറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കരുത്. ഷാർപ്പായിട്ടുള്ള, കൃത്യമായിട്ടുള്ള, പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റട്ടെ.